ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അഗ്ലോണിമയുടെ കോംബോകളായിട്ട് തന്നെയാണ് കേട്ടോ. നാല് വെറൈറ്റി വെച്ചിട്ടുള്ള കോംബോ ആണ് കേട്ടോ. മൊത്തം 3 കോംബോ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനകത്ത് ഓരോ കോംബോയുടെയും റേറ്റ് വരുന്നത് 600 രൂപയാണ് കേട്ടോ. കോംബോയുടെ റേറ്റ് വരുന്നത്. പിന്നെ നമുക്കുള്ളത് രണ്ട് വലിയ പ്ലാന്റുകളുടെ ഒരു ചൈന പിങ്കിൻ്റെയും പിന്നെ കോബ്രയുടെ വലിയൊരു മദർ പ്ലാന്റിൻ്റെയും ഒരു കോംബോ കൂടി നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടിനും 2 റേറ്റാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 4 പ്ലാന്റ് വെച്ചിട്ടുള്ളതിൻ്റെ റേറ്റ് വരുന്നത് 600-ഉം പിന്നെ ഈ 2 പ്ലാന്റിൻ്റെ 550 കേട്ടോ. ഇത് വലിയ മദർ പ്ലാന്റുകളാണ് കേട്ടോ രണ്ടും റേറ്റ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കോംബോ തൊട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് കോംബോയിൽ നമുക്ക് വരുന്നത് ഈ സ്പാർക്ലിങ്, ഇതിന് വേറൊരു ഐഡിയയും കൂടി പറയൂ കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല, ഒരു ഐഡിയയും കൂടി ഉണ്ട് ഇതിന്. ഈ ഒരു പ്ലാന്റ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ, അല്ലാതെ തീരെ ചെറിയ തൈകളൊന്നുമല്ല. ഇത് വന്നിട്ട് ഗ്രീൻ ലഗാച്ചിയുടെ പ്ലാന്റ്. ഇത് വന്നിട്ട് നമ്മുടെ കോബ്രയില്ലേ, കോബ്രയുടെ പ്ലാന്റ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് പപ്പായ കേട്ടോ, യെല്ലോ പപ്പായയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോംബോ വരുന്നത്, 4 പ്ലാന്റ്. സെക്കൻഡ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിൽ വന്നിട്ട് ഈ ഒരു പ്ലാന്റ് അജുമാനി പിങ്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് വേറെ ഷൂട്ട് പോലെയായിട്ട് ഇതിൽ നിന്ന് വന്നേക്കുന്നത് കണ്ടോ. ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ, ചെറുതൊന്നല്ല. അജുമാനി പിങ്കിൻ്റെ ഒരു പ്ലാന്റ്. ഇത് വന്നിട്ട് കോബ്രയുടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ്. എല്ലാം അത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇതിൻ്റെ ഐഡിയ വന്നിട്ട് എനിക്കറിയില്ല കേട്ടോ. ഒരു കരിമ്പച്ച ഒരു പീച്ച് ഷെയ്ഡൊക്കെയാണ് കേട്ടോ. അതേ ലീഫിൻ്റെ ബാക്ക് കണ്ടോ, ഈ ഒരു വെറൈറ്റി വരുന്നുണ്ട്. പിന്നെ വരുന്നത് ബ്ലാക്ക് ലിപ്സ്റ്റിക്ക്. ഇതാണ് നമ്മുടെ സെക്കൻഡ് കോംബോ കേട്ടോ. പിന്നെ തേർഡ് കോംബോ വന്നിട്ട് ഇതുപോലെ പപ്പായയുടെ വലിയൊരു പ്ലാന്റ് ഉണ്ട്. കോബ്രയുടെ ഇതിലുള്ളത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ബുഷിയുള്ള വലുപ്പമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിനകത്തുള്ളത്. കണ്ടോ, നിറച്ചടക്കടുക്ക് പോലെ ലീഫുകളുണ്ട്. ഈ ഒരു പ്ലാന്റ്. ഇത് വന്നിട്ട് നമ്മുടെ റൂബി ബാത്തിക്കിൻ്റെ ഒരു പ്ലാന്റ്. ഇത് വന്നിട്ട് ബ്ലാക്ക് ലിപ്സ്റ്റിക്ക്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കോംബോ വരുന്നത്. കോംബോയുടെ റേറ്റ് വന്നിട്ട് 600 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ 3 കോംബോ തന്നെ നമുക്ക് അവൈലബിൾ ഉള്ളൂ. എക്സ്ട്രാ വെക്കാനായിട്ട് ഇനി വേറെ ഇല്ല കേട്ടോ. ഇതേ സൈസിലുള്ള പ്ലാന്റുകളും ഇല്ല, വേറെ ഇല്ല. അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് കൊറിയർ വന്നിട്ട് നാളെയാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് കോബ്രയുടെ വലിയൊരു മദർ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ്, നല്ല സൈസ് ഉണ്ട്. അതുപോലെ ഇത് ചൈന പിങ്കിൻ്റെ വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കുഞ്ഞ് പോട്ടിലാണ് ഇരിക്കണത്, ഇത് മാറ്റണം വലിയ പോട്ടിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ കോംബോ. ഇതിന് വന്നിട്ട് 550 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇത് ഒടിഞ്ഞൊന്നുമല്ല കേട്ടോ, ലെങ്ത്ത് കാരണേ, ലീഫിൻ്റെ ലെങ്ത്ത് കാരണം അങ്ങനെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ കൊറിയർ വന്നിട്ട് നാളെയാണ്. വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും, താല്പര്യമുള്ളൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. പിന്നെ മഴ സമയമാണ്. ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് എത്രയോ നാളുകളായി എന്നറിയോ, നനച്ചിട്ടില്ല. പക്ഷെ എന്നാലും കണ്ട എല്ലാത്തിനകത്തും ഈർപ്പം നിൽക്കുന്നുണ്ട് നന്നായിട്ട്. നനച്ചിട്ടല്ല കേട്ടോ ഇത്. ഇപ്പോൾ 1-2 മാസമായിട്ട് ഞാൻ നനയ്ക്കണേ ഇല്ല, 1-1.5 മാസമായിട്ട്. പക്ഷെ എല്ലാത്തിലും ഈർപ്പം നിൽക്കുകയാണ് ചാറ്റിലൊക്കെ അടിക്കുമ്പോഴേ. അപ്പോൾ മാക്സിമം നനയ്ക്കാണ്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക, മഴ സമയം ആയതുകൊണ്ട് തന്നെ.